അല്ല, എന്താ പറയേണ്ടത് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, പടം ഇറങ്ങി കഴിയുമ്പോഴാണല്ലോ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പ്രേക്ഷകരാണല്ലോ പറയേണ്ടത്. ഈ പ്രേക്ഷകരിങ്ങനെ പറയുമ്പോൾ ഉള്ളൊരു സന്തോഷം എന്ന് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. കാരണം എനിക്ക് വല്ലാത്തൊരു എന്താ വെച്ചാൽ നമ്മൾ വർഷങ്ങളോളം കഠിനമായി അധ്വാനിച്ച ഒരു സിനിമ കൊണ്ടുവരുന്നു. എത്രയോ കാലമായി കഥ മനസ്സിൽ വെച്ചുകൊണ്ട് വരുന്നു. അത് എന്നോടൊപ്പം സഞ്ചരിച്ച ഇതിൻ്റെ എല്ലാവരും, പ്രത്യേകിച്ച് ലാലേട്ടനൊക്കെ അതിഗംഭീര പെർഫോമൻസാണ്. പ്രകാശ് വർമ്മ എന്ന് പറയുന്നൊരു നടൻ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഭയങ്കരമായിട്ട് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സിനിമ മുഴുവനായിട്ട് എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. അതാണിപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. ഞാൻ തിയേറ്ററിന് മുമ്പിൽ തന്നെ നിൽക്കുക, എന്താ പറയേണ്ടതെന്ന് അറിയാൻ വയ്യ. ഞങ്ങൾ എമ്പുരാൻ റിലീസായപ്പോൾ തന്നെ ഞാൻ ആദ്യം തന്നെ രഞ്ജിത്തേട്ടനോട് പറഞ്ഞു, രഞ്ജിത്തേട്ട തുടരും സിനിമ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കും, തീർച്ചയായിട്ടും ഏറ്റെടുത്തിരിക്കും. അത് മാത്രമല്ല, ശോഭന ചേച്ചിയുടെ വരവും പിന്നെ ലാൽ സാറിൻ്റെ അഭിനയം നമുക്ക് പറയേണ്ട ആവശ്യമില്ല, അളക്കാൻ പോലും പറ്റത്തില്ല നമുക്ക്. ഈ കഥ എന്ന് പറയുന്നത് ദൃശ്യം മോഡലല്ല, അത് ആദ്യമേ പറയാം. കഥ കാണുക എല്ലാവരും. ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ആരായാലും പൈസ നഷ്ടമാകുന്ന ആരും പ്രതീക്ഷിക്കേണ്ട, പൈസ നമുക്ക് ലാഭം തന്നെയാണ്. ഈ കഥ കണ്ടേ പറ്റൂ. ഈ സിനിമ കാണണം. ഇത് നമ്മുടെ ലൈഫിൽ നടന്നിട്ടുള്ള സംഭവങ്ങളാണ് ഇതെല്ലാം. ഓക്കെ, ഡൺ.